ഉപതെരഞ്ഞെടുപ്പിനുള്ള ആവേശകരമായ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാവുകയാണ്. 4 മണി മുതൽ 6 മണി വരെയാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം. അതേസമയം കൊട്ടിക്കലാശത്തിന് ഇല്ല എന്നും ആ സമയത്ത് വീടുകൾ കയറി ഇറങ്ങുമെന്നുമുള്ളതാണ് PV അൻവറിന്റെ നിലപാട്. എല്ലാ കാര്യത്തിലും അൻവർ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഷിനോജ് എസ്റ്റി നിലമ്പൂരിൽ നിന്നും ചേരുകയാണ്. ഷിനോജ്, അങ്ങനെ ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് അന്ത്യമാവുകയാണ്. ഇതാ മണിക്കൂറുകൾ നിമിഷങ്ങൾ കഴിഞ്ഞാൽ പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു, പരസ്യ പ്രചാരണം കഴിയുകയും ചെയ്തു. അതിനിടയിലും ഈ PV അൻവർ ഇപ്പോൾ അരുൺ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുകയായിരുന്നു. കൂടുതൽ ആളുകൾ, വലിയ ജനക്കൂട്ടം വരുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ കൊട്ടിക്കലാശത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഒരു മത്സരിക്കുന്ന മുന്നണിയെ അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി എത്രമാത്രമാണോ അത് തെളിയിക്കേണ്ടതും കാണിക്കേണ്ടതുമാണ് ഈ കൊട്ടിക്കലാശം. അതിനാണ് കൊട്ടിക്കലാശം എന്ന് വിളിക്കുകയും നമ്മൾ അതിനെ ആ തരത്തിൽ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അൻവർ പറയുന്നതൊക്കെ വിചിത്രമാണ്, ഇന്ന് പറഞ്ഞത് ഉൾപ്പെടെ. എന്താണ് അവിടുത്തെ ഒരു ആവേശം? എങ്ങനെയാണ് ആളുകളുടെ ശക്തി തെളിയിക്കാനായി ഈ മുന്നണികളൊക്കെ ആൾക്കാരെ ഒരുക്കി നിർത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു അവസാന മണിക്കൂറിൽ, അവസാന നിമിഷങ്ങളിലെത്തുമ്പോൾ? പക്ഷേ അൻവർ പലതും പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെയും പലതും പറഞ്ഞു. പക്ഷേ ഇന്ന് പറയുന്നതായിരിക്കില്ല അൻവർ നാളെ പറയുന്നത്. എന്തായാലും നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാറാണി ജംഗ്ഷനിലാണ്. ഇവിടെയാണ് ഈ കൊട്ടിക്കലാശത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ മഹാറാണി ജംഗ്ഷനിലാണ്. ഏറ്റവും അവസാനമാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിൽ കൂടി കൊട്ടിക്കലാശത്തിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥി എത്തിച്ചിരിക്കുന്നത് BJP ആണ്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ആദ്യം തന്നെ എത്തി. നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ഡാൻസ് ചെയ്യുന്നതൊക്കെ തന്നെ നമുക്കിവിടെ കാണാം. മോഹൻ ജോർജ് പ്രവർത്തകർക്കിടയിൽ നിലമ്പൂരിലെ മഹാറാണി ജംഗ്ഷനിലുണ്ട്. മറ്റ് 2 സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട LDF സ്ഥാനാർത്ഥി M സ്വരാജ്, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്, 2 പേരും നിലവിൽ ഇപ്പോൾ റോഡ് ഷോയിലാണ്. പ്രവർത്തകരുടെ വലിയ ജനപങ്കാളിത്തോടു കൂടിയ റോഡ് ഷോ. രാവിലെ സ്വരാജിന്റെ റോഡ് ഷോ വഴിക്കടവിൽ നിന്നാണ് തുടങ്ങിയത്. ആ വഴിക്കടവിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ആ റോഡ് ഷോയ്ക്കൊപ്പം സ്വരാജിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ആ റോഡ് ഷോ ഇടക്കട, ചുങ്കത്തറ, അതുപോലെ തന്നെ കരുളായി വഴി ഈ പോയിന്റിലേക്ക്, നിലമ്പൂരിലേക്ക് എത്തിച്ചേരും. അതൊപ്പം UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഉച്ചവരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോയുമായി ബന്ധപ്പെട്ട ഒരു വഴിക്കടവിൽ നിന്ന് ഇവിടേക്ക്, ഈ പോയിന്റിലേക്ക് ആര്യടൻ ഷൗക്കത്തും എത്തിച്ചേരും. അങ്ങനെ നിലമ്പൂർ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലേക്ക്, ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്ക് നിലമ്പൂർ എത്തിക്കഴിഞ്ഞു. ആഘോഷം BJP എടുക്കും, BJP തൂക്കും, BJP ജയിക്കും. നിങ്ങൾ അവസാനമാണ് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചത്. പക്ഷേ പോയിന്റിൽ ആദ്യം എത്തിയത് നിങ്ങളാ. ഞങ്ങളിപ്പോ അവസാനമാണ് സ്ഥാനാർത്ഥി വന്നെങ്കിലും പ്രചരണത്തിന് ഞങ്ങൾ തന്നെ മുന്നിട്ട്. ഡാൻസ് ഒക്കെ എവിടെ പഠിച്ചേ? ഡാൻസ് ഒക്കെ ഇതിനു വേണ്ടി പഠിച്ചോണ്ട് വന്നതാണ്. കേൾക്കുന്നില്ല? ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് വന്നതാണ്. അല്ലല്ല, ഇവിടെ വന്ന് ആവേശം കൊണ്ട് ഡാൻസ് ജയിക്കുമെന്ന് ഉറപ്പാ? ജയിക്കുമെന്ന് ഉറപ്പാ? ജയിക്കും, ഉറപ്പാ. ഭൂരിപക്ഷം ഭൂരിപക്ഷം ജയിക്കും, ജയിക്കുന്ന ഉറപ്പാ. സൗഖ്യത്തിന് വലിയ പ്രധാനമില്ല. ഏതാ സൗഖ്യത്തിന് സാധ്യതയില്ല. ഇല്ല, BJP തൃശ്ശൂർ എടുത്തതുപോലെ നിലമ്പൂർ എടുക്കാൻ പോവാണ്. ഈ കേരള ജനതയും നിങ്ങളുടെ മാധ്യമങ്ങളും ഞെട്ടും. നോക്കോ, 23-ാം തീയതി വോട്ടെണ്ണൽ കഴിയുമ്പോൾ BJP നിലമ്പൂർ എടുക്കും. സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടമെടുത്താണ്. നിലമ്പൂർ ഞങ്ങൾ എടുക്കും, ഉറപ്പ്. എന്തായാലും തൃശ്ശൂർ എടുത്തതുപോലെ നിലമ്പൂരും അങ്ങ് എടുക്കും. ഇതിലാവേശം ഒക്കെയാണ് ഈ പ്രവർത്തകരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഒരുപാട് വനിതാ പ്രവർത്തകരൊക്കെ തന്നെ ഒപ്പമുണ്ട്. എന്തായാലും എടുക്കും, ജയിക്കും, ഉറപ്പ് ജയിക്കും. നിലമ്പൂര് തീർച്ചയായും ജയിക്കും. എത്ര വോട്ട് ജയിക്കും? 25,000 വോട്ട് ജയിക്കും. 25,000 വോട്ട് ജയിക്കും. സ്ഥാനാർത്ഥി ആദ്യം എത്തി. ഇവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആദ്യം തന്നെ എത്തി. എത്തിയിട്ടുണ്ട്. സെൽഫിയാണോ? എങ്ങനെയാ? ജയിക്കും. പിന്നെ എത്ര വോട്ട് ജയിക്കും? എത്ര വോട്ട് വെച്ചാൽ ഭൂരിപക്ഷം നിങ്ങൾക്ക് കാണാം. ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. BJP ജയിക്കും, NDA ജയിക്കും. നിങ്ങൾക്കൂടെ ഒരു 10,000 വോട്ടില്ലെന്നോ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ 10,000 വോട്ട് പോലില്ലെന്നോ പ്രതീക്ഷയൊക്കെ പറയുന്നു? അത് നോക്കണ്ട, ഒരു വോട്ടും ഇല്ലാത്ത സ്ഥലത്ത് ത്രിപുരയിൽ BJP ജയിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് വോട്ടിന്റെ കഴിഞ്ഞ പ്രാവശ്യം കണക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത്തവണ BJP ജയിക്കും, NDA ജയിക്കും. അപ്പുറത്തേക്കുന്ന ഒരു ഡാൻസ് കളിക്കുന്നു. നിങ്ങൾ ഡാൻസ് ഒക്കെ ഉണ്ട്? കളിക്കാൻ പോവാണ്. പാട്ടിനെ കളിക്കും. പാട്ടിനനുസരിച്ച് കളിക്കും ഞങ്ങള്, അടിച്ചു കളിക്കും ഞങ്ങള്. ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കുകയാണ് BJP പ്രവർത്തകർ. അല്പസമയത്തിനുള്ളിൽ തന്നെ LDF-ന്റെയും അതുപോലെ തന്നെ UDF-ന്റെ പ്രവർത്തകർ ഈ നിലമ്പൂർ മഹാറാണി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അതിന് പിന്നാലെ ഈ നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ ഒരു ഉത്സവത്തിന്റെ കേന്ദ്രമായി മാറും. ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവം. നിലമ്പൂർ 23 ദിവസത്തെ പ്രചാരണം. ആ പ്രചാരണത്തിനൊടുവിൽ കൊട്ടിക്കലാശത്തിലേക്ക് ഇവിടെ കടക്കുകയാണ് നിലമ്പൂർ.
23 ദിവസം നീണ്ട പ്രചാരണത്തിനിതാ അന്ത്യമാവുകയാണ്, പരിസമാപ്തിയാവുകയാണ്. നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. നിലമ്പൂർ മഹാറാണി പോയിന്റിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിൽ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട BJP NDA ആണിപ്പോൾ മഹാറാണി ജംഗ്ഷനിലേക്ക് ആദ്യം എത്തിയത്. അവരുടെ സ്ഥാനാർത്ഥിയുമായി നൃത്ത ഗാന ആങ്ങളോടൊക്കെ അകമ്പടിയോട് കൂടി തന്നെ ഈ കൊട്ടിക്കലാശം വളരെ വൈബാക്കി മാറ്റുകയാണ് BJPയുടെ ക്യാമ്പിൽ നിന്നുള്ള BJPയുടെ പോയിന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആളുകൾ എന്തായാലും വലിയ ആഘോഷത്തിലാണ്. ഇത്തവണ കാര്യങ്ങളൊക്കെ മാറും. ഇതുവരെ കണ്ടതുപോലെയല്ല. 10,000 വോട്ട് പിടിക്കാനായിട്ടില്ലല്ലോ ഇതുവരെ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമോ കഴിഞ്ഞ തവണത്തെ വോട്ട് കണക്കോ നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല, അത് നോക്കി താരതമ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് പ്രവർത്തകരൊക്കെ പറയുന്നത്. ജയിക്കുമെന്നുള്ളതാണ് അവരും അവകാശപ്പെടുന്നത്. എന്തായാലും ആ ചിത്രത്തിലേക്ക് മാറുകയാണ്. നിലമ്പൂർ വൻ ആവേശത്തിലേക്ക്, വൻ വൈബിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.